നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ ശേഷം നടന്മാരായ ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ബാസിയുടെയും പേരിനൊപ്പം പലപ്പോഴും മാധ്യമങ്ങളിൽ മുഴങ്ങിക്കേട്ട പേരായിരുന്നു നടി പ്രയാഗ മാർട്ടിൻ്റേത്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുമായി പ്രയാഗയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ന്യൂസ് 18 മലയാളത്തിൽ വാർത്ത വന്നത്. മുമ്പും ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിന്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാണ്. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി. അസത്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്നും അതിനാൽ താൻ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിൽ നടി വ്യക്തമാക്കി. അസത്യ വിവരങ്ങളുടെ പ്രചരണം കണ്ടു നിൽക്കുന്നത് വിഷമകരവും വേദനാജനകവുമാണെന്നും നടി കുറിച്ചു. ഇത്തരം ആരോപണങ്ങൾ അശ്രദ്ധയാലോ അറിവോടെയോ നിയന്ത്രണമില്ലാതെ പ്രചരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത്തരം വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ പൊതുമര്യാദയാണ് ഇവിടെ തകരുന്നത്. അതുപോലെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം ആശങ്കാജനകമാണ്. ഇത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിക്കുകയും അവരിലേക്കുള്ള പൊതുജന വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. അസത്യ വിവരങ്ങൾ അനിയന്ത്രിതമായി പ്രചരിപ്പിക്കുന്നതും മുന്നറിയിപ്പോ ഉത്തരവാദിത്തമോ ഇല്ലാതെ തുടരുന്നതും ഇനി എന്റെ ഭാഗത്ത് നിന്ന് കുറച്ചു കാണാനോ അവഗണിക്കാനോ കഴിയില്ല. എന്റെ പ്രൊഫഷണൽ ജീവിതത്തിലുടനീളം മാന്യത, ഉത്തരവാദിത്തം, സത്യസന്ധത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് പ്രവർത്തിച്ചത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിവേകം, ഉത്തരവാദിത്തം, സഹാനുഭൂതി എന്നിവയോടുകൂടി വിഷയങ്ങളെ സമീപിക്കണമെന്ന് ഞാൻ സമൂഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട പൊതുജനങ്ങളെയും അഭ്യുദയകാംക്ഷികളുടെയും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നിലനിൽക്കുന്ന സ്നേഹത്തിനും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു പ്രയാഗയുടെ കുറിപ്പ്. 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ വെച്ച് തസ്ലീമ എന്ന സ്ത്രീയിൽ നിന്നും പിടികൂടിയത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴും പരിശോധിച്ചപ്പോഴുമാണ് നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നിവരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇരുവർക്കും പുറമെ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയ് ജിൻഡോയ്ക്കും എക്സൈസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെയാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ വർഷം പ്രയാഗയുടെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞത് കുപ്രസിദ്ധ കുറ്റവാളി ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയുടെ ഭാഗമായതിന്റെ പേരിലായിരുന്നു. പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ബാസിയും ഓം പ്രകാശിന്റെ ഹോട്ടൽ മുറിയിൽ സന്ദർശകരായി എത്തിയിരുന്നുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത്.